ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡി എക്സ് ഗെയിമിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് അടുത്തൊരു ഗെയിമിംഗ് വീഡിയോ ആയിട്ട്. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിലെ ഒരു കിണ്ണം ഗെയിമായിട്ടുള്ള നമ്മളെല്ലാവരും കുറേ തവണ ഷോർട്സിൽ കണ്ടിട്ടുള്ള ആ ഒരു ഗെയിമാണ് ഗെയ്സ്, ദ ഒ ജി ഗ്ലൈഡ് ടവർ ഗെയ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഈ ഒരു ഗെയിമാണ്. ഇതിൻ്റെ ഇടയിൽ വേറൊരു ഫണ്ണിയായിട്ട് സംഭവം നടന്നു ഗെയ്സ്. ഞാൻ കഷ്ടപ്പെട്ട് ഒരു വീഡിയോ എടുത്തായിരുന്നു ഗെയ്സ്. ആ വീഡിയോ റെക്കോർഡായില്ല. ഞാൻ റെക്കോർഡ് ബട്ടൺ നെക്കിയെന്ന് വിചാരിച്ചാണ്. ഞാൻ കുറേ സംസാരിച്ച് ഇങ്ങനെ സമയം കളഞ്ഞു. ഒരു തേങ്ങയും നടന്നില്ല, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നല്ലാണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ഇപ്പം ശരിക്കും കളിക്കാൻ പോവാണ്, കളിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഗൈസ്, ഒന്നിന് ഏകദേശം 600 വ്യൂസും ഒന്നിന് 1200 വ്യൂസും കിട്ടി. ബട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്തില്ല, ലൈക്കും ചെയ്യില്ല, ഷെയറും ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇന്നൊരു പേ ടു വിൻ സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഒരു റെഡീം കോഡ് ഗിവ് അവേ ആണ് നടത്താൻ പോകുന്നത്. യെസ് ഗൈസ്, ഏകദേശം 2000 റുപ്പീസ്, 2000 രൂപയുടെ റെഡീം കോഡ് ഗിവ് അവേ ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഇതെന്ത് സംഭവം, ഇതെങ്ങനെ ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. എന്താ നിങ്ങൾ വേറെ വിചാരിക്കരുത് കേട്ടോ, കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ. നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, എന്നിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും നിങ്ങളുടെ തന്നെ വേറെ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യുക. ഏതെങ്കിലും മിനിമം ഒരാൾക്ക് ഷെയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഡൺ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്ത ആളില്ലേ, അയാൾ ഈ ഒരു വീഡിയോ കേട്ടിട്ട് എൻ്റെ ചാനൽ, അയാളും എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്കും ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത പേഴ്സണല്ലേ അയാൾ ഡൺ ബൈ നിങ്ങളുടെ ജിമെയിലിൽ പേരടിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഡണ്ണ് അടിക്കാം. അപ്പോൾ ഞാൻ നോക്കും നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടോ, ആ ഒരു യൂസർ നെയിം ഇവിടെ വന്നിട്ടുണ്ടോ, അങ്ങനെ നോക്കും. എന്നിട്ട് നിങ്ങളെ ഞാൻ സെലക്ട് ചെയ്യും. എന്നിട്ട് സംഭവം എങ്ങനെ ശരിക്കും ഗിവ് അവേ എന്നാ തുടങ്ങുക വെച്ചാൽ, എൻ്റെ ഒരു ചാനൽ എന്ന് 1000 സബ്സ്ക്രൈബേഴ്സ്, അതായത് 1K സബ്സ്ക്രൈബേഴ്സ് എന്ന് ഹിറ്റ് ചെയ്യുന്നു അന്ന് ഞാൻ ഈ ഒരു ആ ഒരു റെഡീം കോഡ് ഗിവ് അവേ നടത്തുന്നതായിരിക്കും. നിങ്ങൾ 5 ആൾക്ക് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ചാൻസ് കൂടും, നിങ്ങൾ ജയിക്കാനുള്ള ചാൻസ് കൂടും. നിങ്ങൾ ഇനി 10 ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് അതിലും ചാൻസ് കൂടും. എന്നിട്ട് കുറേ ആൾക്കാർ ഇപ്പോൾ 10 ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നറുക്കെടുക്കും. അപ്പോൾ എന്നിട്ട് വിന്നറിനെ ഞാൻ പ്രഖ്യാപിക്കുന്നതായിരിക്കും. എന്നിട്ട് ഞാൻ അവർക്ക് പേഴ്സണലായിട്ട് ടെലഗ്രാമിലോ വാട്സാപ്പിലോ എങ്ങനെയാ വെച്ചാൽ ആ റെഡീം കോഡ് സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. ആൻഡ് ഇപ്പം ഗെയിം കളിക്കാം. ഈ ഒരു ഗെയിമിൽ ഗൈസ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ട്രൈ ചെയ്ത് നോക്കി. എത്ര കളിച്ചിട്ടും ജയിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എനിക്ക് ഇല്ലായിട്ടാണോ അതോ ഗെയിമിൻ്റെ പ്രശ്നമാണോ അറിയില്ല. ഗെയിമിൻ്റെ പ്രശ്നം തന്നെ ആയിരിക്കും. എനിക്ക് കഴിവിൻ്റെ കുറവൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാമെന്നില്ലേ. എനിക്ക് വലിയ കഴിവിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഗെയിമിൻ്റെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മൾ കളിച്ച് എങ്ങനെയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് മുകളിലേക്ക് എത്തണം. നമ്മൾ ടാർഗറ്റ് പറഞ്ഞാൽ ഏറ്റവും ടോപ്പാട്ടോ. അവിടെ എത്തിയാൽ വലുതൊന്നും ഉണ്ടാവും. ഇവിടെ ഇൻവിസിബിൾ പോലെ കൊണ്ടുവച്ചിരിക്കടാ, കാണാൻ പറ്റുന്നില്ല. ചാട് 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 ചാട്. പിന്നെ നിങ്ങൾ റൊണാൾഡോ ഫാനാണോ? നിങ്ങൾ കമൻറ്റിൽ പോയിട്ട് റൊണാൾഡോ ഫാൻസ് അസംബിൾ നടിക്കുക. നിങ്ങൾ മെസ്സി ഫാനാണോ? നിങ്ങൾ കമൻറ്റിൽ പോയിട്ട് മെസ്സി ഫാൻസ് എന്ന് മെസ്സി ഫാൻസ് അസംബിൾ എന്ന് ടൈപ്പ് ചെയ്തിടുക. നമുക്ക് നോക്കാം ഏത് ആൾക്കാരാണ് കൂടുതലെന്ന്. പിന്നെ നിങ്ങൾക്ക് നറൂട്ടോയാണോ വൺ പീസ് ആണോ അതോ ഡീമൺ സ്ലെയറോ, അങ്ങനെ ഏത് ആനിമയാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ആനിമിൻ്റെ പേര് നിങ്ങളൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്തിടുക. നമുക്ക് നോക്കാം ആ ആനിമിയിൽ ഏതാണ് കൂടുതലെന്ന്. നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ചെയ്യണമെങ്കിൽ ആരും കമൻറ്റ് എടാ ഞാൻ ഹെൽത്ത് നോക്കിയില്ല. പൊന്താരം, ഞാൻ ഹെൽത്ത് നോക്കിയില്ലടാ. മനുഷ്യന് ചടപ്പിച്ച്.
ചേട്ടൻ നിറ പറന്നു പോഞ്ഞേ അടുത്തൊരു മൂന്ന്. പിന്നെ ഗൈസ് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പ്രോ പ്ലെയർ ആണെന്ന്. എനിക്ക് എൻ്റെ ഗെയിം പ്ലേ കണ്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാനൊരു പ്രോ പ്ലെയർ ആണെന്ന്. അപ്പോൾ എൻ്റെ ഈ പ്രോ പ്ലെയർ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു ഊള ഗെയിം പ്ലേ കളിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സപ്പോർട്ടൊക്കെ ചെയ്യണം എന്ന് ഞാൻ പറയുന്നു. പിന്നെ നമ്മൾ നിർത്തി ഞാൻ പരിപാടി നമ്മൾ പറയുന്നില്ല, ഞങ്ങൾ ലാഗ് അടിപ്പിക്കുന്നില്ല, ഗെയിം കളിച്ചുകൊണ്ടിരിക്കാം ഗെയ്സ്. നമുക്ക് നിങ്ങൾക്ക് റോബ്ലോക്സിൽ ഈ ഗെയിം ഇഷ്ടമാണോ, അത് നിങ്ങൾ കളിച്ചിട്ടുണ്ടോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗെയ്സ്. ഞാനിതായിട്ടെ ഗെയ്സ് കളിക്കുന്നത്. ഇത് കുറേ ഷോർട്സിൽ എപ്പോഴും കാണും ഗെയ്സ്, അതുകൊണ്ട് ഞാൻ പിന്നെ ട്രൈ ചെയ്താണ്. ആൻഡ് അത്രയൊക്കെ ഉള്ളൂ. 2000 റുപ്പീസിന് ഗിവ് അവേ നിങ്ങൾ മറക്കട്ടോ ഗേസ്. നിങ്ങൾ വിചാരിച്ചാൽ തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു 10 പേര് കണ്ട ആ 10 പേര് വിചാരിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു 10 ഷെയർ ചെയ്ത് അങ്ങനെ ഷെയർ ചെയ്ത് അങ്ങനെ ഒരു 1K ആക്കാം. പിന്നെ ഓണം എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഗേസ്? എൻ്റെ ഓണം എക്സാം പൊളിച്ചു ഗേസ്. 1-2 വിഷയം ചെറിയ ടഫ് ഉണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല ഗേസ്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങനെയല്ല, ചെറിയ ടഫ് ഉണ്ട്, പേടി ഉണ്ടാക്കണമെങ്കിൽ കൂളായിരിക്കുക ഗേസ്. ടീച്ചർമാരോടൊക്കെ പോയി പണിയൊക്കെ പറ. അങ്ങനെയല്ല പണിയൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടോ ഗേസ്. അതല്ല, നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ നിങ്ങൾ അടുത്ത തവണ എഴുതി വാങ്ങിക്കുക ഗേസ്. അടുത്ത ക്രിസ്മസ് പരീക്ഷ ഇനി ഉണ്ടല്ലോ, അത് മാത്രമാണോ? ആനുവൽ എക്സാം അത് മാത്രമാണോ? അല്ല, അതുകൊണ്ട് 9ാം ക്ലാസ്സിലെ ഓണം എക്സാം. പിന്നെ 9ാം ക്ലാസ്സിലെ അല്ല 9 മീൻസ് ഞാൻ 8-ലാണിപ്പോൾ. ഞാൻ ഇപ്പോൾ 9ൻ്റെ ഒരു ഇത് വെച്ച് എൻ്റെ ഒരു കമ്പയർ ചെയ്ത് പറഞ്ഞാണ്. നിങ്ങൾക്ക് ഇനി നിങ്ങളിപ്പോൾ എത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്ത ക്ലാസ്, ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, എഴുതിയെടുക്കാൻ പറ്റും. അതൊക്കെ അത്രയേ ഉള്ളൂ. നമ്മൾ മൈൻഡ് സെറ്റ്. പിന്നെ സത്യേഷ് നല്ല സുഖമുണ്ട്. ഇങ്ങനെ ചാവുമെന്ന് രസം അറിയണോ? വേസ്റ്റ് ഫീലിംഗ് എവർ. എന്തായാലും ഞാൻ ഈ പോയിന്റ് ഇരുന്നില്ലേ ഇവിടെ വരെ ഞാൻ പോകും ഗൈസ്, ഉറപ്പാ. എന്തായാലും ഞാൻ പോകും. ചാടുക, പോവുക, ഇവിടെ നിൽക്കുക, ഇങ്ങനെ ചാടുക, ഇങ്ങനെ ചാടുക, ഇങ്ങനെ ചാടുക, ഇങ്ങനെ ചാടുക, ഇങ്ങനെ കയറി പോയി ഇവിടെ ഇങ്ങോട്ടും ചാടുക. ക്രിസ്ത്യാനോ റൊണാൾഡോ CR7 ബ്രോ. ഓട്ടോഗ്രാഫ് മച്ചാനെ, ഓട്ടോഗ്രാഫ്. ഓ ആയിക്കോട്ടെ ബ്രോ. റൊണാൾഡോനെ പോലെ ആവ് ബ്രോ. സൂയി ബ്രോ, സൂയി. ഐ ലവ് യു. വേണ്ട ഗൈസ്, റൊണാൾഡോ നല്ല മനുഷ്യനാണ്. മെസ്സി നല്ല മനുഷ്യൻ തന്നെയാണ് കേട്ടോ ഗൈസ്. ഞാൻ മെസ്സിനെ കുറ്റമൊന്നും പറയുന്നില്ല. എനിക്ക് രണ്ടാൾ ഇഷ്ടമാണ് ഗൈസ്. രണ്ടാൾ മാത്രമല്ല, നെയ്മറിനെ എനിക്ക് ഇഷ്ടമാണ്. നെയ്മർ മാത്രമല്ല, ഇനി എംബാപ്പെ ഫാൻസ് ഉണ്ട്, അവർക്ക് വിഷമമുണ്ട. ഇനി എംബാപ്പെ ഫാൻസ് മാത്രമല്ല, ഹാളൻഡ് ഫാൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വിഷമമുണ്ട. ഇതൊന്നുമല്ല, ലാമിൻ യമാൽ ഫാൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വിഷമമുണ്ട. എനിക്ക് എല്ലാവരും ഇഷ്ടം. ഓക്കെ, എനിക്ക് എല്ലാ പ്ലേസിനും ഇഷ്ടമാണ്. ഞാൻ ഇവിടെ കയറി ചാടി ഇങ്ങനെ പോയി. പിന്നെ എൻ്റെ വീട് എവിടെ വെച്ചാൽ കോഴിക്കോടാണ്. നിങ്ങളെന്താ ചോദിക്കില്ല, എന്നാലും ഞാൻ പറയാണ്. എടാ, നമുക്ക് ദിയ പറഞ്ഞ ഇതൊരു പെണ്ണ്, ദിയ അല്ല പെണ്ണാണ് എനിക്കറിയില്ല, ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ഓക്കെ, യു നോ മാൻ, ഐ ആം സിഗ്മ, വെരി ലോസ്റ്റ്. ഞാൻ ആണുങ്ങളോട് മാത്രമേ ഫ്രണ്ട്സ് ആവാറുള്ളൂ. അല്ല അങ്ങനെയല്ല, ചിലപ്പോൾ പെണ്ണുങ്ങളുണ്ടാവും, ആണുങ്ങൾ മെയിൻ ആക്കണ്ട. അതായിരിക്കും ആണുങ്ങളാണെങ്കിൽ അവർക്ക് പെണ്ണുങ്ങൾ കോസ്റ്റ്യൂം ഇഷ്ടമായിട്ടാണ്. ഐക്യു ടെക്നോളജിയാ കണ്ടോ, ഇതൊക്കെയാണ് ഐക്യു. ഇവിടെ എന്ത് ഇവിടെ ഇൻവിസിബിൾ സംഭവം ഉണ്ടല്ലോ അല്ലേ? അയ്യോ ചേട്ടാ, എതുക്കടാ ഇത്? എന്ത് അവരാതാണിത്? ഞാൻ മാത്രം ഇത് ചാകുന്നേ ഗൈസ്. എന്നെ ഗെയിം ചടപ്പിച്ച് ഗൈസ്. ഞാൻ ഈ വീഡിയോ എടുത്ത് നിർത്തുക ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ട് എൻ്റെ ഗെയിം പ്ലേ കണ്ട എല്ലാവർക്കും എൻ്റെ വക ഒരു
വൈറ്റ് ഹാർട്ട്. ഓക്കെ, വൈറ്റ് ഹാർട്ട് അല്ല, വേണം ബ്ലാക്ക് ഹാർട്ട്. ഓക്കെ, എൻ്റെ യൂള ഗെയിം പ്ലേ ഉണ്ട്. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മീൻസ് എ ലോട്ട്. സിയാസൻ അപ്പോൾ അവിടെ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഗിവ് അവേ ആയിട്ട് മറക്കണ്ട. അപ്പോൾ പീസ്